കരുണയെന്ന് പറയുന്നത് ക്രിസ്തുവിനെ കൈമാറുന്നതാണ്, അല്ല ക്രിസ്തുവിൻ്റെ പേരിൽ എന്തെങ്കിലും ചരക്കുകൾ കൈമാറുന്നതല്ല. നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായ കാരുണ്യം മനുഷ്യരാശിയോട് കാണിക്കണത് എന്താണ്? ക്രിസ്തുവിനെ കൈമാറുന്നതാണ്. അല്ല ക്രിസ്തുവിൻ്റെ പേരിൽ ഓർഫണേജ് ഉണ്ടാക്കുന്നതോ അതിൻ്റെ പേരിൽ വേറെ ലോകത്തെ ഇവിടെ ദരിദ്ര രാഷ്ട്രമാണെന്നും പറഞ്ഞ് വിദേശത്ത് പോയി ഓർഫണേജുകൾക്ക് വേണ്ടി പണം സമ്പാദിക്കുന്നതോ അല്ല. അത് സെക്കൻഡറിയാണ്, നിവൃത്തിയില്ലെങ്കിൽ ചിലപ്പോൾ ചെയ്യാവുന്നൊരു കാര്യമാണ്. അതൊരു പ്രധാനപ്പെട്ട ഒരു ജോലിയായിട്ട് എടുക്കരുത്. എന്താ വെച്ചാൽ അത് പലപ്പോഴും വരണത് നമ്മൾ ഗതികെട്ടവരാണെന്ന് മറ്റ് രാജ്യക്കാരോട് പറയുമ്പോൾ ആ രാജ്യക്കാർ നമ്മൾ ഒരു ഏഴാം കൂലിയായിട്ട് കാണത്തുള്ളൂ. അത് അങ്ങനെ വരുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ മറ്റ് രാജ്യങ്ങളോട് പറയുമ്പോൾ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ അത് രാജ്യദ്രോഹ കുറ്റം പോലെ വരും. അതിപ്പോൾ ആര് ചെയ്താലും എപ്പോഴും നമ്മൾ ചെയ്യണത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സുവിശേഷം കൈമാറാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് നമ്മൾ എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് കിട്ടുന്ന സാമ്പത്തികം നഷ്ടപ്പെടുത്തി കളയാതെ അത് കൈവരിക്കുകയും നമ്മളുടെ കഴിവുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അത് ചെയ്യുന്ന ആൾക്കാരെ കൊച്ചാക്കി കാണുകയല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് ഈ കേരള സഭയ്ക്ക് തന്നെ കേരള സഭയുടെ സ്ഥാപനങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും. എന്നാ സംശയം? കേരള സഭയ്ക്ക് തന്നെ കേരള സഭയുടെ എല്ലാ സ്ഥാപനങ്ങളെയും സപ്പോർട്ട് ചെയ്യാൻ കഴിയുക മാത്രമല്ല അതിനുള്ള മനസ്സുണ്ടിന്ന്. കരിസ്മാറ്റിക് പ്രസ്ഥാനം ഒരു 50 കൊല്ലം ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് അവശേഷിച്ച ഏറ്റവും വലിയ സംഭവം ജനങ്ങൾക്ക് കൈമാറ്റം ചെയ്യാനുള്ള, അതായത് മറ്റുള്ളവരെ സ്നേഹിക്കാനും കൈമാറാനുമുള്ള ഒരു കഴിവ് മുമ്പത്തേനേക്കാൾ കൂടി. അത് വലിയ സത്യമായൊരു കാര്യമാണത്. കാര്യം ഞാൻ ആ ഫീൽഡിൽ എത്രയോ വർഷങ്ങളുടെ നിൽക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ കാലത്തിനൊപ്പം സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണത് ക്രിസ്തുവിനെ കൈമാറാൻ എത്രയോ 109 ആതുരാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. നമ്മളെ ഒരു സ്ഥാപനവൽക്കരണം ഇന്നല്ലെങ്കിൽ നാളെ സഭയ്ക്ക് ബാധ്യതയാകുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഉടമ്പടിയിലെ സ്ഥാപനം നിങ്ങൾ തന്നെയാണെന്ന് പറയും. ഇതിന് പ്രത്യേക ഒരു സംവിധാനം ഉണ്ടാക്കണില്ല. മറിച്ച് ക്രിസ്തുവിനെ സ്വീകരിച്ച നിങ്ങളിവിടെ കൊണ്ടുവന്നിട്ട് അതിനൊരു ഡയറക്ടറിനെയും സെക്രട്ടറിയെയും വെച്ചിട്ട് ഞങ്ങളത് പൂള് ചെയ്യാമെന്നുള്ള സംഭവം അത് ആദിമസഭയിൽ നിലനിന്നിരുന്ന സംവിധാനമാണ്. പക്ഷേ അപ്പോഴെന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തികൾ സുവിശേഷം കൈമാറുന്നു, സുവിശേഷം ആകുക, സുവിശേഷമേകുക എന്ന ആ ഒരു തിയറിയിൽ സുവിശേഷ കൈമാറ്റത്തിന് വ്യക്തികൾ എക്വിപ്ഡാകണം. അതാണ് ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തികളും അതിനാവതില്ലെങ്കിൽ ആ പണിക്ക് പോകരുതെന്ന് ഞാൻ കർശനം പറയുന്ന കാര്യം അതാണ്. ചുമ്മാ പ്രത്യക്ഷ പ്രാർത്ഥനയും ചെല്ലി ഇരുട്ട് മൂലയ്ക്ക് ഇരിക്കാൻ വേണ്ടിയാണെങ്കിൽ ഉടമ്പടി എടുക്കരുത്. ഉടമ്പടി എന്ന് പറയണത് അവൻ പറയണത് പോലെ ചെയ്യണ കാര്യമാണ്, അല്ലാതെ ചൊല്ലണ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ചെയ്യണം എന്തിനു വേണ്ടിയാണ്? സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് എഫേസ്യൻസിൻ്റെ 3:17 വായിച്ചത്, നിങ്ങൾ സ്നേഹത്തിൽ വേര് പാകി അടിയുറക്കണം. ഉടമ്പടിയിലുള്ള ആൾക്കാർ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നുണ്ട്, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ആശുപത്രി അതുപോലെ തന്നെ ഓരോരുത്തരെയും പറ്റുന്ന പോലെ സാമ്പത്തികമായി സഹായിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് ചെയ്യേണ്ട സ്പിരിറ്റാണ് പ്രോബ്ലം. ഞാൻ ഉടമ്പടി എടുത്തതുകൊണ്ട് ഞാനൊരു വസ്ത്രം മറ്റൊരാൾക്ക് കൊടുക്കുന്നു, ഞാൻ ഉടമ്പടിയിലായിരിക്കുന്നത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് സ്നേഹത്തിനല്ല പ്രാധാന്യം, ഉടമ്പടിക്കായിരിക്കും പ്രാധാന്യം. ഉടമ്പടിക്ക് പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ചെയ്യുമ്പോൾ ദൈവം പ്രസാദിച്ച് ദൈവം എനിക്ക് ജോലി തരും. അപ്പോൾ ആർക്കാണ്? നിങ്ങൾക്കാണ് പ്രാധാന്യം. ആരാണ് സ്നേഹിക്കണത്? നിങ്ങളെയാണ് സ്നേഹിക്കണത്. അതാണ് വിഷയം വന്നിരിക്കുന്നത്. അപ്പോൾ ഉടമ്പടി പ്രകാരം നിങ്ങളെ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ
ദൈവസ്നേഹത്തിലാണ് വേര് പാകേണ്ടത്. അത് ഉടമ്പടി ഇല്ലെങ്കിലും ആ 90 ദിവസം കഴിഞ്ഞാലും ഞാൻ വീണു പോകാതെ അതേ അരൂപിൽ തന്നെ ജീവിക്കും എന്ന് പറഞ്ഞേ. കർത്താവേ 90 ദിവസം കഴിഞ്ഞാലും ഉടമ്പടി പുതുക്കക്കാലം കഴിഞ്ഞാലും ഞാൻ ദൈവസ്നേഹത്തിന്റെ പരസ്നേഹത്തിന്റെ സാക്ഷികളായി ജീവിക്കും. അമ്മേ പരിശുദ്ധമ്മേ, എന്നെ സഹായിക്കണം. ശ്രുതികട്ടെ ഹല്ലേലൂയ. സ്നേഹത്താൽ നിറഞ്ഞ് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടനടി പരിഹാരമേകും. ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടും. ജീവിതം ധന്യമായി തീരും.